ശ്യാം, അനിപ്പുള്ള ആദ്യമായി അങ്കമാലിയിൽ നിന്നും പുറപ്പെട്ടത് ഡോക്ടർമാരുടെ സംഘമാണ്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറവും ഡോക്ടർ ജോമൊക്കെയുള്ള ഒരു സംഘം ആൾക്കാർ, വിദഗ്ധർ അങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. ലിസിയിലേക്കാണ് അവരിനി പോവുക. ആദ്യം അവരെത്തി അവിടെ അവരുടെ ഒരു തയ്യാറെടുപ്പുകൾ സ്വാഭാവികമായിട്ടുണ്ടാകും. ശസ്ത്രക്രിയയുടെ ഒരു തയ്യാറെടുപ്പുകൾ ഉണ്ടാകും. അതിന് പിന്നാലെ തന്നെ ബിൽജിത്തിന്റെ ഹൃദയം ലിസിയിലേക്ക് എത്തിക്കുകയും ചെയ്യും. അവിടെ എത്തുന്ന മുറയ്ക്ക് തന്നെ ഈ ശസ്ത്രക്രിയ തുടങ്ങാൻ കഴിയും. ഒരു മിനിറ്റ് പോലും താമസിക്കേണ്ടതില്ല. അതിനായുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളുമല്ലേ ലിസിയിൽ ഇനി ഒരുക്കേണ്ടത്? ശ്യാമിലേക്ക് എത്താം. ഇപ്പോൾ സൂര്യശ്രീ കൂടി ലിസിയിൽ തുടങ്ങി. ലിസി ഹോസ്പിറ്റലിൽ സൂര്യ, അവിടെ എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഡോക്ടേഴ്സ് എത്തി. അവർ ഇന്ന് ഒരു പ്രിപ്പറേഷൻ അവർക്ക് കൂടി വേണ്ടതുണ്ട് ശസ്ത്രക്രിയയ്ക്ക് അതിന് മുന്നോടിയായുള്ള. അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് ഹൃദയം എത്തിക്കുക എന്ന ദൗത്യമുണ്ട്. അത് 45 മിനിറ്റ് സമയം എന്നാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിരിക്കുന്നത്. എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ മിനിറ്റുകൾ പോലും താമസിക്കാൻ വയ്യാതെ തന്നെ ഈ ശസ്ത്രക്രിയ തുടങ്ങാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ലിസിയിലെ ആശുപത്രി അധികൃതർ, അല്ലേ? തീർച്ചയായും പ്രജീൻ, ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ ഒരു 13 വയസ്സുകാരെയും അവരുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള ഒരു നാടൊന്നാകെ തന്നെ ആ ഒരു കാത്തിരിപ്പിലാണ് ഉള്ളത്. അല്പസമയത്തിനകം, ഏകദേശം 45 മിനിറ്റിനകം അവിടെ നിന്ന് ഹൃദയം പുറത്തെടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാകും. തുടർന്ന് 20 മിനിറ്റിനകം തന്നെ ലിസി ആശുപത്രിയിലേക്ക് ഹൃദയവും വഹിച്ചുള്ള ആംബുലൻസ് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനു മുന്നോടിയായി ഈ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം വഹിക്കുന്ന ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറവും അതുപോലെ തന്നെ ജോ ജോസഫ് അടക്കമുള്ളവർ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്ന്, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ലിസി ആശുപത്രിയിൽ എത്തിച്ചേരും. തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വേണ്ട നടപടികൾ, പ്രാരംഭ നടപടികളിലേക്ക് കടക്കുകയും ഒക്കെ തന്നെ ചെയ്യുമായിരിക്കും. അതിനോടനുബന്ധിച്ചുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ ലിസി ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിൽ തയ്യാറാണ്. ആംബുലൻസുകൾ എത്തിയാലുടൻ തന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ തന്നെ ശസ്ത്രക്രിയയ്ക്കായിട്ടുള്ള നടപടികൾ ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന വിവരം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പോലീസ് സംവിധാനവും വളരെ ശക്തമായി തന്നെ വഴിയിൽ എല്ലായിടത്തും വിന്യസിച്ചിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും, ഗതാഗത തടസ്സങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ ഹൃദയം വഹിച്ചുള്ള ആ വാഹനത്തെ ഏറ്റവും സുരക്ഷിതമായി തന്നെ ഇവിടെ എത്തിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു മെഡിക്കൽ ടീമിന്റെ അകമ്പടിയോടുകൂടി തന്നെയായിരിക്കും ഹൃദയം വഹിച്ചുള്ള വാഹനം ഇവിടെ എത്തുക. നിലവിൽ 13 വയസ്സുകാരിക്ക് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടേഴ്സ് എത്തിയാൽ ഉടൻ തന്നെ കൂടുതൽ നടപടികളിലേക്ക് കടക്കും. ഇന്ന് വൈകുന്നേരം 7:10 കൂടിയാണ് ലിസി ആശുപത്രിയിൽ 13 വയസ്സുകാരിയെ എത്തിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ അവസാനഘട്ട ഹൃദയം അനുയോജ്യമാണെന്നുള്ള അവസാനഘട്ട പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. രക്ഷിതാക്കൾക്കൊപ്പം വന്ദേ ഭാരതിലൂടെയാണ് ഈ 13 വയസ്സുകാരി ലിസി ആശുപത്രിയിൽ എത്തിയത്. തുടർന്ന് ഈ അവസാനഘട്ട പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. ഈ 3 വർഷക്കാലത്ത് ഈ കുട്ടി ഹൃദയ സംബന്ധമായ അസുഖത്തിൽ ചികിത്സയിലാണെന്ന് അറിയുന്നു. അവരുടെ രക്ഷിതാക്കളുടെ തന്നെ നമ്മളോട് സംസാരിച്ച വാക്കുകൾ കേട്ടാൽ അറിയാം, അവരുടെ വലിയൊരു കാത്തിരിപ്പാണ് ഈ അനുയോജ്യമായൊരു ഹൃദയം ലഭിക്കുക എന്നുള്ള. അവർ പലയിടങ്ങളിലും അന്വേഷിച്ചിരുന്നു. ഒടുവിൽ മൃതസഞ്ജീവനി വഴി ഇവർ അപേക്ഷിക്കുകയും തുടർന്ന് ഇന്ന് ഉച്ചയോടുകൂടി ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആ വാക്കുകൾ ലിസി ആശുപത്രിയിൽ നിന്ന് അവർ അറിയുകയും ചെയ്യുന്നു. അത്രയും പ്രതീക്ഷയോടെ തന്നെയാണ് അവർ കൊച്ചിയിലേക്ക് വണ്ടി കയറുകയും ഈ നിമിഷം വരെ കാത്തിരുന്നതും. നമ്മളും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹൃദയപൂർവ്വം ആ ഒരു കാത്തിരിപ്പിൽ തുടരുകയാണ്. ഈ ഹൃദയവും വഹിച്ചുള്ള വാഹനം ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. ഏതായാലും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ഈ ഹൃദയം പുറത്തെടുക്കുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന വിവരം. ലിസി ആശുപത്രിയിൽ തുടരുക. ഇപ്പോൾ എസ് ശ്യാംകുമാർ കൂടി നമ്മളൊപ്പം ചേരുന്നു. ശ്യാം, ഇനി മിനിറ്റുകൾക്കകം തന്നെ ഡോക്ടേഴ്സിന്റെ ആദ്യ സംഘം അവിടെ നിന്നും ലിസി ഹോസ്പിറ്റലിലേക്ക് എത്തും. അവിടെ നിന്ന് നേരത്തെ അങ്കമാലിയിലേക്ക് പോയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറവും ഡോക്ടർ ജോ ജോസഫും അടക്കമുള്ള വിദഗ്ധരാണ് തിരികെ ലിസിയിലേക്ക് ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത നിമിഷം തന്നെ അവർ ലിസിയിലേക്ക് എത്തും എന്നാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു പ്രാരംഭ തയ്യാറാകൽ, അതിന് പിന്നാലെ ഹൃദയം എത്തുന്ന മുറയ്ക്ക് തന്നെ ഈ ശസ്ത്രക്രിയ തുടങ്ങാൻ കഴിയും എന്നാണ് മനസ്സിലാക്കേണ്ടത്. 45 മിനിറ്റ് നേരം കൊണ്ട് ഈ ഹൃദയം ഇവിടെ ലിസിയിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ, അത് പോലീസിന്റെ ഭാഗത്തുനിന്നടക്കം അതിനുള്ള സഹായങ്ങളുണ്ട്. ഒപ്പം സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ കൃത്യമായ സന്ദേശം കൈമാറിയും മാധ്യമങ്ങൾ കൃത്യമായ സന്ദേശം കൈമാറിയും ഒക്കെ തന്നെ ഈ ദൗത്യത്തിൽ പങ്കാളികളാവുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യമാണ്. വളരെ ഒരു അപൂർവമായ കാര്യമാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായി ഇത്തരത്തിൽ
ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ലിസിയിൽ നടക്കുന്നു, അതും ഈ രീതിയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഈ ഡോക്ടേഴ്സിന്റെ സംഘം എവിടെ എത്തി എന്നത് സംബന്ധിച്ച് വിവരങ്ങളുണ്ടോ ശ്യാം? ഒപ്പം തന്നെ അങ്കമാലിയിൽ നിന്നുള്ള ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി. പ്രജൻ, ഏറ്റവും അവസാനം ആരോഗ്യ പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് 10 മിനിറ്റിനകം ഇവിടെ നിന്ന് ആ ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പുറപ്പെടാൻ സാധിക്കും. ആ ആംബുലൻസ് ആ ഹൃദയം കൊണ്ടുപോകുന്നതിനുള്ള തയ്യാറെടുപ്പിൽ ഇവിടെ ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മുടെ നേരത്തെ പ്രജൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെയും പോലീസിന്റെയും ഒക്കെ ഒരു യത്നം, അതായത് 72 മണിക്കൂറാണ് ലിസി ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർ, പ്രത്യേകിച്ച് കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർമാർ 2 ഹൃദയ ശസ്ത്രക്രിയയൊക്കെയാണ് നടത്തിയത്. ഇന്നലെ ഒരു ശസ്ത്രക്രിയ നടന്നു, ആ രോഗി സുഖം പ്രാപിച്ചു വരുന്നു എന്ന് പറയുന്നു. ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ മറ്റൊരു ശസ്ത്രക്രിയയ്ക്ക് തുടക്കം കുറിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ പോലീസും. കാരണം രാവിലെ സ്റ്റേഷൻ ഡ്യൂട്ടിയും മറ്റും കഴിഞ്ഞു നിൽക്കുന്ന പോലീസ് സേനയിലെ അംഗങ്ങൾ തന്നെയാണ് ഇന്നിപ്പോൾ ഈ 13 വയസ്സുകാരിയുടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് ആ ഹൃദയം വളരെ വേഗത്തിൽ ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ ഈ സമയത്തും തയ്യാറായി നിൽക്കുന്നത്. ഏതായാലും 10 മിനിറ്റിനകം ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ആ ഹൃദയവുമായി ലിസി ആശുപത്രിയിലേക്ക് ഈ ആംബുലൻസ് പുറപ്പെടും എന്നുള്ളത് തന്നെയാണ് വളരെ വ്യക്തമായി ആരോഗ്യ വിദഗ്ധർ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ആദ്യം കൊണ്ടുപോകുന്നത് ആ ഹൃദയമാണെങ്കിൽ തൊട്ടുപുറകെ മറ്റ് ആശുപത്രികളിലേക്ക് കരൾ, വൃക്ക, മറ്റ് ആന്തരിക അവയവങ്ങൾ അങ്ങനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ നിരവധി പേരിലൂടെ ആ 18 വയസ്സുകാരൻ വീണ്ടും ജീവിക്കും എന്നുള്ള ഒരു പ്രത്യാശയാണ് ഇപ്പോൾ മുതൽ നമ്മൾ പുലർത്തുന്നത്. ആ കുടുംബത്തിന്റെ ഒരു സന്മനസ്സാണ് ആ ഒരു ഒരുപാട് കുടുംബങ്ങൾക്ക് പുതുജീവൻ നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിന്ന് ഈ ആംബുലൻസ് പുറപ്പെടുമ്പോൾ മുതൽ 20 മിനിറ്റ് അങ്ങനെയാണ് അങ്കമാലിയിൽ നിന്ന് ലിസി ആശുപത്രിയിലേക്കുള്ള സമയമായി കണക്കാക്കിയിരിക്കുന്നത്. അതിലൂടെ വളരെ വേഗത്തിൽ അവിടെ എത്തിക്കും. നേരത്തെ പ്രജൻ പറഞ്ഞ പോലെ ജോസ് പെരിയവറവും ഡോക്ടർ ജോ ജോസഫും ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പുലർച്ചെ 4 മണിയോടുകൂടി ശസ്ത്രക്രിയ പൂർത്തിയാകും. കുട്ടിയെ ICUവിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഡോക്ടർമാരും പങ്കുവെക്കുന്നത്. ഇന്നലെ നടന്ന ശസ്ത്രക്രിയയിൽ ആ 28-കാരനും ജീവിതത്തിലേക്ക് നടന്നു വരുന്നു. നാളെ അദ്ദേഹത്തെ ICUവിലേക്ക് മാറ്റും എന്നുള്ളൊരു വിവരം കൂടി ഡോക്ടർമാർ പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെ അതിന്റെ അവസാനഘട്ട ഒരുക്കത്തിലാണ്. 10 മിനിറ്റിനകം ഹൃദയവുമായി ഇവിടെ നിന്ന് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്ന് ലിസി ആശുപത്രിയിലേക്കുള്ള ആംബുലൻസ് പുറപ്പെടും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. മറ്റ് അവയവങ്ങളും തൊട്ടുപുറകെ തന്നെയുള്ള മറ്റ് ആംബുലൻസുകളിൽ, മറ്റ് വിവിധ ആശുപത്രികളിൽ നിന്ന് വന്ന ആംബുലൻസുകളിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തും. അതിനുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായി വരികയാണ്. ഏതാനും നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ് ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെടാൻ അവശേഷിക്കുന്നത്. എസ് ശ്യാംകുമാറാണ് ഇപ്പോൾ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അവിടെ ഒരു ആംബുലൻസ് തയ്യാറായി നിൽക്കുന്നു. അതിന് മുന്നിൽ പോലീസ് വാഹനമുണ്ട്. അങ്ങനെ പോലീസിന്റെ അകമ്പടിയോടുകൂടി തന്നെയാണ് ഈ ആംബുലൻസ് ബിൽജിത്തിന്റെ ഹൃദയവുമായി ലിസിയിലേക്ക് പറക്കുക. വളരെ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തിക്കേണ്ടതുണ്ട്. എന്നുകൊണ്ട് തന്നെ ഈ പോലീസ് അകമ്പടിയായി പോകുന്ന പോലീസ് കൃത്യമായ ട്രാഫിക് ഇല്ലാത്ത റോഡിലൂടെ തന്നെ ഈ ആംബുലൻസിനെ കൊണ്ടുപോകും. അതിനായാണ് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അങ്കമാലിയിൽ നിന്നും എറണാകുളം നോർത്തിലേക്ക് ലിസി വരെ എത്തുന്ന ആ റോഡിലുടനീളം കൃത്യമായ ഇടവേളകളിൽ പോലീസിന് സാന്നിധ്യം ഉണ്ടാകും. ഒരു ബ്ലോക്കും ഇല്ലാതെ, ഒരു ഗതാഗത തടസ്സവുമില്ലാതെ കൃത്യമായ സമയത്ത് ആംബുലൻസ് ലിസിൽ എത്തിച്ചേരേണ്ടതുണ്ട്. അതിനായുള്ള ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഇതിനോടകം പൂർത്തിയായി കാത്തിരിക്കുകയാണ്. ഈ 12:50 സമയം സ്റ്റുഡിയോ ക്ലോക്കിൽ. ആ സമയത്തും ഇപ്പോഴും കർമ്മനിരതരായി നമുക്ക് ഒരുപാട് പേരെ കാണാൻ കഴിയുന്നു. ആ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കൊല്ലത്തെ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഒപ്പം ബിൽജിത്തിന്റെ സുഹൃത്തുക്കളുണ്ട്. അവർ വലിയ സങ്കടഭാരം അവർക്കുണ്ടെങ്കിലും, ഹൃദയഭാരം അവർക്കുണ്ടെങ്കിലും ബിൽജിത്തിന്റെ ഹൃദയം, ബിൽജിത്തിന്റെ മറ്റു അവയവങ്ങൾക്ക് തന്നെ മറ്റുള്ളവർക്ക് ജീവൻ നൽകും എന്നതിലെ വലിയ സന്തോഷം അവർ മറച്ചുവെക്കുന്നുമില്ല. ആ രീതിയിൽ ബിൽജിത്ത് ജീവിക്കട്ടെ മറ്റുള്ള മനുഷ്യരുടെ ശരീരങ്ങളിൽ എന്നാണ് അവർ ആശ്വാസം കണ്ടെത്തുന്നത്. അങ്ങനെ ഹൃദയപൂർവ്വം തങ്ങളുടെ ബിൽജിത്തിന്റെ അവയവങ്ങൾ മറ്റുള്ളവരിൽ ജീവനായി തുടിക്കട്ടെ എന്നവർ അങ്ങനെ പ്രത്യാശിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള പ്രതീക്ഷ അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. കേവലം 3 മണിക്കൂർ മാത്രമാണ് ഈ ശസ്ത്രക്രിയ മൊത്തത്തിൽ പൂർത്തിയാകാൻ ബാക്കിയുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.